മലയാളികൾ മാത്രമാണോ അപ്രോച്ച് ചെയ്യുന്നത്, അതോ ഒരുപാട് ആളുകളെല്ലാം ഇവിടുത്തെ ആളുകളും ബ്രിട്ടീഷുകാരും അങ്ങനെ ഉണ്ടോ? എങ്ങനെയാണ് കൂടുതൽ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത്? തുടക്കത്തില് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ വലിയ പുറമേ കണക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഫീൽഡിൽ ആദ്യമായിരുന്നല്ലോ. അപ്പോൾ നമുക്കൊരു തുടക്കം എന്ന നിലയിൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ഞാൻ വർക്ക് ചെയ്തത്, ഞാൻ ഫ്രാഞ്ചൈസി എടുത്തിരുന്നു, YM ഡ്രൈവിംഗ് അക്കാഡമി എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസി. അവരെന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു ഫസ്റ്റ് ടൈം. അപ്പം അതിൽ ഇംഗ്ലീഷുകാരും മറ്റുള്ള വംശജരും എല്ലാവരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി, പിന്നെ എനിക്ക് നമ്മുടെ ആളുകളിലേക്ക് ഞാൻ ഇറങ്ങി തുടങ്ങി. പിന്നെ യൂട്യൂബ് ചാനലായി ഇൻസ്റ്റയായി, അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറച്ച് സോഷ്യൽ പോപ്പുലാരിറ്റി, മീഡിയയിൽ കുറച്ച് കുറച്ചുകൂടെ ആക്റ്റീവായി. ഞാൻ ഇതിലൊന്നും ആക്റ്റീവ് അല്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. ആകെ ഉണ്ടായിരുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. അത് കഴിഞ്ഞ് ഇപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് എനിക്ക് തോന്നുന്നു ഓൾ ഓവർ UK എന്ന് തന്നെ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ അതിനെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് ഇപ്പം മല്ലു ഇൻസ്ട്രക്ടറായി മാറി. മല്ലൂസിനെ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ചേട്ടാ ആരെങ്കിലും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടോ? കുറെ പേര് മെസ്സേജ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അറിവിൽ ആരുമില്ല, ഞാനൊന്ന് തപ്പി നോക്കട്ടെ. അങ്ങനെ തപ്പി കണ്ടുപിടിച്ചതാണ് നമ്മുടെ മച്ചാൻ. അപ്പോൾ ഇൻസ്ട്രക്ടർ എന്നുള്ള ലെവലിൽ ഒരു ഐഡന്റിറ്റി വന്നതിന്റെ മെയിൻ കാരണം ആളുകൾ ഇതിനു വേണ്ടി ആ ഒരു ടൈറ്റിൽ അന്വേഷിക്കുന്നുണ്ടെന്നുള്ളതാണ്.